അപ്പോൾ നമ്മൾ പുതിയകാവ് പൊങ്കാലയിൽ ഒരു വെറൈറ്റി പായസത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ചേട്ടടുത്തിന് ചോദിക്കാം. ഇതെന്ത് പായസമാണ്? ഇത് ശർക്കര പായസം. ശർക്കര പായസമാണ്. എത്ര പേർക്കുള്ള പായസമാണ് ഇത്? ഇത് നമ്മൾ സാധാരണ എല്ലാ വർഷവും ഇടുന്നതാണ്. 11 അരിയാണ് ഇടുന്നത്. 11 അരിക്ക് 11 കിലോ ശർക്കര, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ, പിന്നെ മിൽക്ക് മെയ്ഡ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പഴം, ഈ വക നെയ്യ്, ഈ വക സാധനങ്ങൾ സമ്മിശ്രിതമായി ചേർത്താണ് ഈ കൂട്ട പായസം ഉണ്ടാക്കുന്നത്. ഓക്കെ, എത്ര പേർക്ക് ഈ പായസം ഉപകാരപ്പെടും? ഒരു 200 പേരൊന്നും അല്ല. നമ്മൾ ഇറക്കുന്നതിന് മുമ്പ് നിവേദ്യം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇത് തീരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശർക്കര പായസം അല്ല വേറെ എന്തൊക്കെ ഉണ്ട് റെഡിയാക്കുന്നത്? വേറെ സ്ത്രീകൾ ഇടുന്നത് പാൽ പായസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ ഇതിപ്പോ നമ്മൾ ഈ പ്രാവശ്യം കറുത്ത ശർക്കരയായിപ്പോയി. മറ്റേത് വെള്ള ശർക്കരയാണ് മേടിക്കുന്നത്. വെള്ള ശർക്കരയാണ്. കഴിയാറായോ പായസം? എല്ലാം കഴിയാറായോ? അതിനൊരു 3-4 കൂട്ടും കൂടി ഇടാറുണ്ട്. അണ്ടിപ്പരിപ്പ് ഇടണം, മുന്തിരിങ്ങ ഇടണം, കൽക്കണ്ട് ഇടണം, പാലൊഴിക്കണം, തേങ്ങ ഇടണം. അതെല്ലാം കഴിഞ്ഞ പായസം റെഡിയാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു പായസത്തിൻ്റെ മേക്കിങ്. ചേട്ടൻ്റെ പേര് ചോദിച്ചില്ലേ? പേര്? എൻ്റെ പേര് രാജേന്ദ്ര ബാബു എന്നാണ്. ഞാൻ ഇവിടുത്തെ ടാക്സി ഡ്രൈവറാണ്. ഞങ്ങളിത് ഡ്രൈവേഴ്സിൻ്റെ വകയായിട്ട് നടത്തുന്നതാണ്. ഞങ്ങൾ കാലാകാലങ്ങളായി ഇത് നടത്തി വരാറുണ്ട്. ഓക്കെ, നല്ല കാര്യം. പായസത്തിൻ്റെ മേക്കിങ് നമ്മളിവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇവിടെ നിന്ന് പോകും. ഞങ്ങളെ കൂടാതെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് പ്രത്യേകമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പച്ച പോട്ടർമാർക്ക് അവിടെയും പ്രത്യേകമുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് 3 പേർക്ക് അലൗഡുള്ളൂ ഇതിനകത്ത്. പണ്ടുള്ള കാലങ്ങളിൽ വെളിയിൽ നിന്നുള്ള സ്ത്രീകൾക്കും അലൗഡുണ്ടായിരുന്നു. സെക്യൂരിറ്റി ഇഷ്യൂസ് ഒക്കെ കാരണം പ്രശ്നം അതിന്റെ പുറത്ത് അത് നിർത്തലാക്കി. ഓക്കെ, അത് ഒരു കണക്കിന് നല്ലതാണ്. നല്ലത് തന്നെ. അതിനകത്ത് നമുക്ക് എതിർക്കാൻ പറ്റത്തില്ല. ശരിയാണ്. പിന്നെ നമുക്ക് അതിനൊരു സാഹചര്യം തരുന്നത് നമ്മൾ 365 ദിവസവും ഇതിനകത്ത് ഇവിടെ ഓടുന്നതിന്റെ പുറത്ത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ 6000 രൂപ ഒരു വർഷം അടച്ചാണ് കിടക്കുന്നത്. റെയിൽവേക്ക് പാസിന് വേണ്ടി, തറവാടയ്ക്ക് വേണ്ടി. ഓക്കെ, ശരി. അപ്പോൾ ഓക്കെ, നാടിന്റെ ഇഷ്ടദേവതയായ മുമ്പിലുള്ള അമ്മയുടെ തിരുസന്നിധിയിൽ കാരണഭൂതയും ക്ഷിപ്രപ്രസാദിനിയുമായ അമ്മയുടെ തിരുസന്നിധിയിൽ അമ്മയെ ദർശിച്ച് പുണ്യം നുകരുവാനും അമ്മയുടെ മുന്നിൽ ആത്മസമർപ്പണത്തിന്റെ പ്രതീകമായ പൊങ്കാല സമർപ്പിക്കുവാനും എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളെ പുതിയകാവ് ക്ഷേത്ര സംരക്ഷണ പൗരസമിതി ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അപൂർവ